കൊക്കൈൻ സ്ഥിരമായി കഴിച്ച അമേരിക്കയിലെ ഒരു പെൺകുട്ടിക്ക് മൂക്ക് നഷ്ടമായി. ഈ സംഭവം അമേരിക്കയിലെ ഷിക്കാഗോ സ്വദേശിയായ കെല്ലി കൊസൈറ എന്ന പെൺകുട്ടിക്കാണ് സംഭവിച്ചത്. 2017 അവരൊരു ലഹരി പാർട്ടിക്ക് പോയി. നമുക്കറിയാമല്ലോ, എറണാകുളത്തും ഇവിടെ നാട്ടിലെല്ലായിടത്തും DJ പാർട്ടിയുണ്ട്. അവിടെ പലരെയും കൊണ്ട് ചേർത്തിട്ട് പതുക്കെ കൊക്കൈൻ കൊടുക്കും, അല്ലെങ്കിൽ MDMA കൊടുക്കും, അല്ലെങ്കിൽ ലഹരി ഏതെങ്കിലും ഒരു ചെറിയ സാധനം കൊടുക്കും. അവരുടെ ജ്യൂസിനകത്തോ അവിടെ കഴിക്കുന്ന ഫുഡിനകത്തോ ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ ലഹരിക്ക് അടിമയാവും. പിന്നെ DJ പാർട്ടി എവിടെയുണ്ടെങ്കിലും ഇവർ പോകും. അവിടെ പോയി ഡാൻസ് കളിക്കും, ഡ്രഗ്സ് കഴിക്കും, അവരറിയാതെ കഴിക്കും. അവർക്കത് വേണം, ഡാൻസും കൂട്ടും ഒക്കെ ആവും. പല DJ പാർട്ടിയിലും അവിടെ ഒരു പാർട്ടിക്ക് പങ്കെടുക്കണമെങ്കിൽ 10,000 രൂപ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെയാണ് ആളെ സംഘടിപ്പിക്കുന്നത്. അമേരിക്കയെ കെല്ലി കൊസൈറ എന്ന പെൺകുട്ടി 2017 തൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഒരു DJ പാർട്ടിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ബോയ് ഫ്രണ്ട് കൊക്കൈൻ മൂക്കിലേക്ക് പതുക്കെ വലിപ്പിച്ചു. ആ കുട്ടി ആ കൊക്കൈൻ വലിച്ചു കഴിഞ്ഞ് 24 മണിക്കൂർ കഴിഞ്ഞപ്പം വീണ്ടും വലിക്കാൻ തോന്നി. അടുത്ത ദിവസം വീണ്ടും DJ പാർട്ടിക്ക് പോയി. അങ്ങനെ പതുക്കെ പതുക്കെ കൊക്കൈന് മൂക്കിലേക്ക് വലിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് അടിമയായി കഴിഞ്ഞപ്പം മൂക്കിനകത്തുനിന്ന് ചെറിയ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു. അത് സ്വയം തീരുമാനിച്ച് അത് വലിയ പ്രശ്നമൊന്നുമില്ല, കൊക്കൈൻ അങ്ങ് ചെല്ലുമ്പോൾ അത് ഡ്രൈ ആയിക്കോളും. ക്രമേണ 2017 മുതൽ ഇത് കഴിച്ച് 2 വർഷം കഴിഞ്ഞപ്പം നല്ലതായിട്ട് കൊക്കൈൻ വലിച്ചു കയറ്റിക്കൊണ്ടേയിരുന്നു. മൂക്കിനകത്ത് ബ്ലീഡിങ് അതിശക്തമായി. അതിൻ്റെ കൂടെ മൂക്കിൻ്റെ ചില മാംസളമായ ഏരിയകൾ മൂക്കിക്കൂടെ പുറത്തോട്ട് വന്നു. കൊക്കൈൻ അടിമയായതുകൊണ്ട് ആര് പറഞ്ഞും കേട്ടില്ല, ഇതങ്ങ് തുടർച്ചയായിട്ട് പോയി 2 വർഷം കഴിഞ്ഞപ്പോൾ മൂക്കിൻ്റെ ആ മാംസളമായ ഭാഗങ്ങളെല്ലാം തീർന്നു. ആ മൂക്കിൻ്റെ അവിടെ വലിയൊരു ഹോളായിട്ട് ഒരു ദ്വാരമായിട്ട് മാറി. അതിനുശേഷം വീണ്ടും കൊക്കൈൻ വലിച്ചപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ചില അവയവങ്ങളുടെ അങ്ങോട്ടേക്ക് കൊക്കൈൻ ചെന്നു. വലിയ പ്രശ്നമുണ്ടായി. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞപ്പോഴാണ് കൊക്കൈൻ കൊണ്ടുള്ള മാരകമായ ദൂഷ്യത്തിന് അടിമയായിപ്പോയി. മൂക്കിൻ്റെ പാലും മാംസളമായ ഏരിയ മുഴുവൻ തകർന്നുപോയി. അവിടെ ഒരു ഹോള് രൂപാന്തരപ്പെട്ടു. അതിലൂടെയാണ് ശ്വസിക്കുന്നത് തന്നെ. എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ 2 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കൊക്കൈനാണ് വാങ്ങിച്ചത്. കൊക്കൈൻ വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ അവർ മുടക്കി കടവും വാങ്ങിച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ടിരുന്ന് ആ ലഹരിയിലാണ് കഴിഞ്ഞുകൂടിയത് 2-4 വർഷം. ഇപ്പോൾ തകർന്നു. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മോശമായി. മൂക്കിലെ മാംസളമായ ഭാഗങ്ങളെല്ലാം പോയി. അവിടെ ഒരു ദ്വാരമായി. ഇപ്പം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മാംസളമായ ഏരിയയിൽ നിന്നും ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മൂക്ക് വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. കാരണം അത് ലോകം മുഴുവൻ വാർത്തയായി. അവരുടെ മൂക്കിൻ്റെ അവിടെ വലിയൊരു മാംസള കഷ്ണം ഇട്ടിരിക്കുന്ന കാണാം. കാരണം അത് അവിടെ ശരീരത്തിനോട് ചേർന്ന് കഴിഞ്ഞ് മൂക്കിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് വേണം ആ ഹോളിൻ്റെ ചുറ്റും നമുക്ക് സാധാരണ ആൾക്കാർക്കുള്ള മൂക്കിൻ്റെ അതേ രീതിയിൽ അത് രൂപപ്പെടുത്തി കൊണ്ടുവരാൻ. ഏതായാലും കെല്ലി കൊസൈറയുടെ ഈ വാർത്ത ലോകം മുഴുവൻ പ്രചരിച്ചു കഴിഞ്ഞു. കൊക്കൈൻ്റെ ദൂഷ്യവശത്തിന് ദൃഷ്ടാന്തമായ ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ ഒരു സംഭവം. കെല്ലിയുടെ ഫോട്ടോയും അവരുടെ നേരത്തെയുള്ള അവർ നല്ല സൗന്ദര്യവതിയായ അവരുടെ ഫോട്ടോയും ഇപ്പോഴത്തെ ആ ദശ വളർത്തി വച്ചിരിക്കുന്ന മൂക്കിൻ്റെ അവസ്ഥയും അവരുടെ രൂപഭാവങ്ങളും എല്ലാം വേൾഡ് മുഴുവൻ കുട്ടികൾ കാണണം. അത് കാരണം കൊക്കൈന് MDMA ഒക്കെ കഴിച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന ദൂഷ്യം, ആ രാസലഹരി കഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് വെഞ്ചൻസ് തോന്നി അവരെ കൊല്ലുന്ന മാത്രമല്ല, അവർ സ്വയം നശിക്കുന്നതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഡി അഡിക്ഷൻ സെൻറ്ററിൽ തന്നെയാണ് അവരിപ്പോഴും കിടക്കുന്നത്. വർഷങ്ങളായ ട്രീറ്റ്മെൻറ്റിലാണ്. അവർ നോർമലായിട്ട് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. മൂക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വന്നുകൊണ്ട് ആ മൂക്കിൻ്റെയും നെറ്റിയുടെയും അല്ലെങ്കിൽ നെറ്റിയിൽ നിന്നും ചുണ്ടിൻ്റെ അവിടം വരെ അവർ ദശ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി അത് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഏതായാലും അവർ ലഹരിയിൽ നിന്ന് മുക്തയായി. ഇപ്പോൾ അവർക്ക് ശരീരത്തിലെ പല ഭാഗങ്ങളും നഷ്ടപ്പെട്ടു. കൊക്കൈൻ കഴിച്ചുകൊണ്ട് ഉള്ളിലേക്ക് ഈസോഫാഗസ് അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈൻ ആ ഏരിയയിലും അല്പം ഡാമേജ് ഉണ്ട്. പതുക്കെ ശരീരം അത് നന്നാക്കി അവർ നോർമൽ ലൈഫിലേക്ക് വരുമെന്ന് കരുതുന്നു.